പെരിയ ഇരട്ടക്കൊലക്കേസിൽ മുൻ എം.എൽ.എ. കെ.വി. കുഞ്ഞിരാമൻ ഉൾപ്പെടെ CPM നേതാക്കളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 5 വർഷം തടവിന് ശിക്ഷിച്ച 4 പേരുടെ ശിക്ഷയാണ് സ്റ്റേ ചെയ്തത്. കെ.വി. കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിലാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊള്ളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM നേതാക്കളുടെ ശിക്ഷയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് CBI പ്രത്യേക കോടതി CPM നേതാക്കളെയും കേസിൽ ശിക്ഷിച്ചത്. മുൻ എം.എൽ.എയും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ.വി. കുഞ്ഞിരാമൻ, കെ. മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, കെ.വി. ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് സ്റ്റേ ചെയ്തത്. 5 വർഷം തടവാണ് ഈ പ്രതികൾക്കെതിരെ ശിക്ഷിച്ചിരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയാണ് 4 പേരും. ഞായറാഴ്ചയാണ് ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുമ്പോൾ CPM പ്രവർത്തകർ ഇവരെ മുദ്രാവാക്യം വിളികളോടെ സ്വാഗതം ചെയ്തതും CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ജയിൽ സന്ദർശിച്ചതും ഏറെ വിവാദമായിരുന്നു. CBI കോടതിയുടെ വിധിയും വിചാരണയും നീതിയുക്തമല്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കേസിലെ 2ാം പ്രതിയായ സജി C. ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഈ നേതാക്കൾ ചേർന്ന് മോചിപ്പിച്ചു എന്നാണ് ഇവർക്കെതിരായ കുറ്റം. എന്നാൽ ഇത് വസ്തുതാപരമായി തെറ്റാണെന്ന് പ്രതിഭാഗം വാദിച്ചു. ഈ സംഭവം നടന്നതായി പറയുന്ന ദിവസം സജി C. ജോർജ് കേസിൽ പ്രതിയായിരുന്നില്ലെന്നും സാക്ഷിമൊഴികൾ രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കിയതാണെന്നും പ്രതിഭാഗം വാദിച്ചു. നേതാക്കളുടെ ശിക്ഷ സ്റ്റേ ചെയ്തത് CPMന് ആശ്വാസമായി. 20ാം പ്രതിയായാണ് കെ.വി. കുഞ്ഞിരാമനെ ഉൾപ്പെടുത്തിയിരുന്നത്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതിയെ കടത്തിക്കൊണ്ടുപോകൽ എന്ന കുറ്റമാണ് കെ.വി. കുഞ്ഞിരാമനെതിരെ ചുമത്തിയിരുന്നത്. പരമാവധി 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമായിരുന്നു ചുമത്തിയത്. CPM മുൻ ഏരിയ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു 14ാം പ്രതിയായ കെ. മണികണ്ഠൻ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.